ഹലോ ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു അബീസ് വേൾഡ്. അപ്പൊ ഗൈസ്, ഡൺകി രാജ്കുമാർ ഹിറാനിയുടെ പടം ഷാറൂഖ് ഖാന്റെ കൂടെ ഈ വർഷം ഞാൻ ഏറ്റവും അധികം കാത്തിരുന്ന സിനിമ. പിന്നെ എങ്ങനെയാണോ നമ്മൾക്ക് മണിരത്നം ഇല്ലെങ്കിൽ രാജ്മൗലി, പ്രശാന്ത് നീൽ ഇങ്ങനെയൊക്കെ സൗത്ത് സ്റ്റേറ്റിൽ സൗത്ത് ഇൻഡസ്ട്രിയിൽ കാണുന്നു, അതുപോലെയാണ് ഹിന്ദിക്കാർക്ക് രാജ്കുമാർ ഹിറാനി. പുള്ളിക്കാരൻ ഇറക്കിയ പടം എല്ലാം വൻ ഹിറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷം ഞാൻ കാത്തിരുന്ന ഏറ്റവും അധികം കാത്തിരുന്ന ഒരു സിനിമയാണ് ഡൺകി. ഷാറൂഖ് ഖാന്റെ കൂടെയാണ് രാജ്കുമാർ ഹിറാനി ഇപ്രാവശ്യം വരുന്നത്. ഞാൻ എത്രത്തോളം പ്രതീക്ഷിച്ചാണ് തിയേറ്ററിനുള്ളിൽ പോയത് എനിക്കൂടെ അറിയില്ല. കാലത്ത് 7 മണിക്കായിരുന്നു ഷോ. പടം ഞാൻ കണ്ടു കഴിഞ്ഞ് വന്നു. പടം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നല്ലൊരു സിനിമ, നല്ലൊരു മെസ്സേജ് തരുന്ന സിനിമ. നമ്മൾക്കൊരു ഇമോഷണൽ ഡ്രാമയാണ് ഇത്, ഇമോഷണൽ കോമഡി ഡ്രാമയാണ്. നമ്മൾക്ക് അങ്ങനെ ആ സിനിമയായിട്ട് അലിഞ്ഞു ചേർന്ന് ഇങ്ങനെ ഒരു ട്രാവൽ ചെയ്തിട്ട് വെളിയിൽ വരാം. സിനിമ കണ്ടു കഴിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു നല്ല സിനിമ കണ്ടൊരു ഫീൽ ഉറപ്പായിട്ട് ഈ സിനിമ തരും. പടത്തിന്റെ സ്റ്റോറി ലൈൻ എന്ന് പറഞ്ഞാൽ ഇല്ലീഗൽ ഇമിഗ്രൻസ്, ഇന്ത്യയിൽ നിന്ന് ഇല്ലീഗലായിട്ട് ലണ്ടനിലേക്ക് ട്രാവൽ ചെയ്യുക, ഇത് തന്നെയാണ് ഈ പടത്തിന്റെ ഒരു മെയിൻ പ്ലോട്ട്. സോ ഇതിൽ വരുന്ന സങ്കടങ്ങൾ, ഇങ്ങനെ ചെയ്യുന്നവർക്ക് വരുന്ന കഷ്ടപ്പാടുകൾ, ഇത് കാരണം ആൾക്കാരുടെ ജീവിതത്തിൽ എന്തൊക്കെ പറ്റുന്നു, ഇങ്ങനെ അന്യനാട്ടിൽ പോയിട്ട് അവിടെ പോയി ഇപ്പൊ കാശ് സമ്പാദിച്ച് വലുതാവാന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാർക്കെല്ലാം എന്ത് പറ്റുന്നു, അവർക്ക് തിരിച്ച് ഇന്ത്യയിലോട്ട് വരാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഒരു ബിൽഡപ്പ് ചെയ്തൊരു സ്റ്റോറി ലൈനാണ് ഈ ഡൺകിക്കുള്ളത്. പടത്തിലെ പോസിറ്റീവ്സ്, ഫസ്റ്റ് പോസിറ്റീവ് ഇസ് രാജ്കുമാർ ഹിറാനി. പുള്ളിക്കാരനൊരു പടം എങ്ങനെ ജനങ്ങളുടെ മനസ്സിൽ കൊണ്ടുപോയി ചേർത്താൻ നല്ലപോലെ അറിയാം. സോ പുള്ളിക്കാരൻ വിൽ മിക്സ് ഇമോഷൻസ്, കോമഡി, അതുപോലെ തന്നെ നല്ലൊരു ഡ്രാമ, ഇത് മൂന്നും മിക്സ് ചെയ്ത് നമുക്ക് എപ്പോഴും ഒരു സ്റ്റോറി തരും. ഇപ്രാവശ്യം മിസ് ചെയ്തിട്ടില്ല. ഇറ്റ്സ് എ ഗുഡ് സ്റ്റോറി. അത് നമുക്ക് നല്ലപോലെ തന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ്. എസ്പെഷ്യലി ഇതിന്റെ ക്ലൈമാക്സിലോട്ടൊക്കെ വരുമ്പോൾ ക്ലൈമാക്സ് ഒക്കെ നല്ലപോലെ ഫീൽ ആവും. അതുപോലെ തന്നെ കുറച്ച് റിയൽ ലൈഫ് ഇൻസിഡൻസ് ആൻഡ് ഫോട്ടോസ് കാണിക്കുന്നുണ്ട്. അത് കാണിക്കുമ്പോൾ നമുക്ക് ഈ സിനിമ 2 hours കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് റിയലൈസേഷൻ, നല്ലപോലെ റിയലൈസ് ആവും നമ്മൾ. ഓക്കെ, നമ്മൾ ഇത്ര നേരം കണ്ടത് പല ആൾക്കാരും റിയൽ ലൈഫിൽ സഹിച്ച കാര്യങ്ങളാണെന്ന് നമുക്ക് പല സ്ഥലത്തും തോന്നും. അപ്പൊ രാജ്കുമാർ ഹിറാനി ആൻഡ് ദ സ്റ്റോറി റൈറ്റേഴ്സ് അവർക്ക് ഒരു അപ്ലോസ് കൊടുത്തേ പറ്റൂ. ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് ഷാറൂഖ് ഖാൻ ആൻഡ് വിക്കി കൗശൽ. ഞാനത് പറഞ്ഞേ പറ്റും. പുള്ളിക്കാരൻ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് എല്ലാം വരുന്നത്, കുറച്ചു നേരമേ ഉള്ളൂ, പക്ഷെ വേറെ ലെവൽ പ്രകടനമായിരുന്നു. അതുപോലെ ഷാറൂഖ് ഖാൻ ആയിക്കോട്ടെ, സംടൈം ഒരു കോഡ് സീനൊക്കെ ഉണ്ട്. അതുപോലെ ക്ലൈമാക്സ് ഒക്കെ ഷാറൂഖ് ഖാന്റെ പ്രകടനം വാസ് ദ ബെസ്റ്റ്. നല്ല സൂപ്പറായിട്ട് ഇമോഷൻസ് പുള്ളിക്കാരൻ ക്യാരി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തപ്സി ആയിക്കോട്ടെ, പിന്നെ ഇവരുടെ കൂടെ അഭിനയിച്ച 2 പേര്, എല്ലാവരും നല്ല സൂപ്പറായി ചെയ്തിട്ടുണ്ട്. പാട്ടുകള്, സിനിമോട്ടോഗ്രാഫി, സ്ക്രീൻ പ്ലേ എല്ലാം നല്ലതാണ്. ഇതിലിനി എനിക്ക് ഇഷ്ടപ്പെടാതെ പോയതെന്നല്ല, എനിക്ക് കുറച്ച് ഞാൻ മിസ് ചെയ്ത കാര്യങ്ങൾ പറയാം. ദ ഫസ്റ്റ് വൺ ഈസ് ബോമൻ ഇറാനി. പുള്ളിക്കാരൻ നമ്മുടെ 3 Idiots'ലൊക്കെ ആ പ്രൊഫസറായിട്ട് വരുന്ന ആള്. പുള്ളിക്കാരൻ്റെ റോള് ഭയങ്കര കുറഞ്ഞു പോയി. എനിക്ക് പുള്ളിക്കാരനെ കുറച്ചുകൂടി ഒന്ന് ആക്ടിങ് സ്കോപ്പ് കൊടുത്താണ് പുള്ളിക്കാരൻ കയറി സൂപ്പറായിട്ട് അഭിനയിച്ചത്. ഐ ആം എ ഫാൻ ഓഫ് ഹിം. സോ അത് ഞാൻ മിസ് ചെയ്തു. അതുപോലെ തന്നെ എനിക്ക് അടുത്തൊരു, ചിലപ്പോൾ ഞാനൊരു മലയാളി ആയതുകൊണ്ടായിരിക്കാം, എനിക്ക് അടുത്തൊരു എന്താ പറയുക, ഒരു നിരാശ പോലെ തോന്നിയത് ഈ സിനിമയ്ക്കും CAAയുടെ സ്റ്റോറി ലൈനിനും സിമിലാരിറ്റീസ് കൂടുതലാണ്. സോ എനിക്കിതിലൊരു സ്റ്റോറി ലൈനിൽ എന്താ പറയാ, ഒരു പുതുമയില്ല, പക്ഷെ അതിനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്, അത് കൺഫേം ആണ്. പക്ഷെ ഒരു പുതുമ ഇല്ലാത്തത് പോലെ തോന്നി. ഞാൻ എവിടേക്ക് CAA കണ്ട് പോയി ഉള്ളിൽ കയറി ഇരുന്നപ്പോൾ ഓക്കെ, ഇതൊക്കെ ഞാൻ അവിടെ ഇതിനു മുമ്പ് ഞാൻ മലയാളം ഇൻഡസ്ട്രിയിൽ CAAയിൽ കണ്ടതാണെന്നുള്ള ഒരു ഫീല് എനിക്ക് കിട്ടി. അതൊഴിച്ചു നിർത്തിയാൽ സിനിമ തീർച്ചയായും നിങ്ങളെ എന്റർടൈൻ ചെയ്യും. മേ ബി മലയാളീസ് അല്ലാത്തവർ ഈ സിനിമയെ കുറിച്ച് വാഴ്ത്തിപ്പാടും. കാരണം ഇതില് ഇല്ലീഗൽ ഇമിഗ്രൻസിന്റെ ട്രാവൽ മാത്രമല്ല, ഇന്ത്യനെ കുറിച്ച് പാട്രിയോട്ടിസം ഭയങ്കരമായിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇന്ത്യനെ കുറിച്ച് വളരെ സൂപ്പറായിട്ട് തന്നെ അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ നമ്മുടെ മദർ ലാൻഡ് എത്ര സ്വർഗമാണ്. അന്യനാട്ടിൽ പോയി കഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ പടം ഉറപ്പായും ക്ലിക്കാവും. അവരെ ഒരിറ്റ് കണ്ണീരോടെ അല്ലാതെ സിനിമ കണ്ടു കഴിയില്ല. മേ ബി എല്ലാവർക്കും ഉണ്ടാവില്ല, കുറെ പേരെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാവും. പക്ഷെ ഒരു വഴിയില്ലാതെ നാട് കടന്നു പോയി കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഒരു കാലത്തും തിരിച്ചു വരാൻ പറ്റാത്ത കുറെ പേര് ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കൊക്കെ ഈ സിനിമ ഉറപ്പായി ഇഷ്ടപ്പെടും. അവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും കണ്ണീരോടല്ലാതെ ഈ സിനിമ കണ്ടു കഴിയാൻ പറ്റില്ല. സോ ആൻഡ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, കമ്പയറിംഗ് ടു ഹിസ് പ്രീവിയസ് ഫിലിം, രാജ്കുമാർ ഹിറാനിയുടെ പ്രീവിയസ് ഫിലിംസ് PK, സഞ്ജു ആൻഡ് 3 Idiots, ഇതിനോളം ഒത്തു നിന്നോന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത്രയ്ക്കുള്ളൊരു സിനിമയില്ല. എന്നാലും ഇറ്റ്സ് എ ഗുഡ് വാച്ച്. അതൊന്നും എക്സ്പെക്ട് ചെയ്യാതെ ഒരു പുതിയ സിനിമ കാണുന്നത് പോലെ ഈ രീതിയിൽ പോയി സിനിമ കാണാൻ നിങ്ങൾക്ക് തീർച്ചയായും ഈ സിനിമ ഇഷ്ടപ്പെടും. എനിക്ക് ഇറ്റ്സ് എ ഗുഡ് വാച്ച്. ഡീസെന്റ് ആയിട്ട് ഫാമിലി ആയിട്ട് പോയിട്ട് തിയേറ്ററിൽ, ഫാമിലി ഫ്രണ്ട്സ് ആരാണെങ്കിലും ഓൾ ഏജ് ഓഡിയൻസിന് തീർച്ചയായും തിയേറ്ററിൽ പോയിട്ട് നല്ലപോലെ സന്തോഷത്തോടെ ഇരുന്ന് കണ്ടിട്ട് വരാൻ പറ്റുന്ന ഒരു സിനിമ. സോ എനിക്കിഷ്ടമായി.
നിങ്ങളാണ് ഇനി പറയേണ്ടത്. നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ പറയുക. ഗൈസ്, അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അബീസ് വേൾഡ്. ഞാൻ അടുത്തൊരു വീഡിയോ പെട്ടെന്ന് വരുന്നതായിരിക്കും. ബൈ ഗൈസ്.